ഹലോ, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 1ഉം 2ഉം കാണാത്തവർക്ക് ലിങ്ക് വീഡിയോൻ്റെ അവസാനം കൊടുക്കാം, താല്പര്യമുണ്ടെങ്കിൽ കയറി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തരംഗചലനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അടുത്തുള്ള വായുവിൻ്റെ കമ്പനം എങ്ങനെയായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തരംഗചലനം നോക്കാൻ പോകുന്നത്. ശബ്ദപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂൾ ശാസ്ത്ര ക്ലബ്ബിൽ ഒരു കുട്ടി ഒരു പരീക്ഷണം അവതരിപ്പിച്ചപ്പോൾ ഒരു പ്രത്യേക സമയത്ത് കണ്ട ഒരു ദൃശ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ശബ്ദപ്രേക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ. അതായത് ശബ്ദം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് ശബ്ദപ്രേക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പരീക്ഷണം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരഗ്രം അടഞ്ഞ നീളമുള്ള സുതാര്യമായ ട്യൂബിൽ ഭാരം കുറഞ്ഞ പേപ്പർ ബോളുകൾ ഇട്ട ശേഷം ട്യൂബിൻ്റെ സ്വതന്ത്ര അഗ്രത്തിലൂടെ ഉച്ചത്തിലും ഒരേ ആവൃത്തിയിലുമുള്ള ശബ്ദം കടന്നു പോകുമ്പോൾ പേപ്പർ ബോളുകൾ അവയുടെ തുലന സ്ഥാനത്ത് നിന്നും മുന്നോട്ടും പിന്നോട്ടും കമ്പനം ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നല്ല നീളമുള്ള ഒരു സുതാര്യമായ എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ഉൾഭാഗം കാണാൻ കഴിയുന്ന, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ട്യൂബും അതിൻ്റെ ഉള്ളിൽ കുറച്ച് കനം കുറഞ്ഞിട്ടുള്ള പേപ്പർ ബോളുകളും ഇട്ടതിന് ശേഷം ആ ട്യൂബിൻ്റെ ഒരു ഭാഗത്തിനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം അതിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം ഈ ട്യൂബിലൂടെ കടന്നു പോകുമ്പോൾ ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാവൃത്തിയിലുള്ള ശബ്ദമാണ് ഇതിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ആവൃത്തിക്കനുസരിച്ചിട്ട് ഈ ട്യൂബിൻ്റെ ഉള്ളിലുള്ള പേപ്പർ ബോളുകൾ അവയുടെ തുലനസ്ഥാനത്ത് നിന്നും, തുലനസ്ഥാനം നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അത് എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു നിശ്ചിത ആ ഒരു പോയിന്റിൽ നിന്നും മുന്നോട്ടും പിന്നോട്ടും കമ്പനം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതിനുശേഷം ഈ ബോളുകൾ രണ്ടാമത്തെ അഗ്രത്തിലൂടെ നീങ്ങിപ്പോകാതെ ട്യൂബിൻ്റെ ഉള്ളിൽ ക്രമമായിട്ട് ഒന്നിടവിട്ട് അടുത്തും അകന്നും കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ശബ്ദത്തിൻ്റെ ആവൃത്തിക്കനുസരിച്ചിട്ട് പേപ്പർ ബോളുകൾ തുലന സ്ഥാനത്ത് നിന്നും മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നു. പിന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് ട്യൂബിനുള്ളിലുള്ള ബോളുകളുടെ ചലനം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കുറച്ച് ബോളുകൾ പൊന്തി നിൽക്കുന്നുണ്ട്, പിന്നെ അതിന് ശേഷം കുറച്ച് താഴ്ന്നു വന്നു, പിന്നെ പൊന്തി വന്നു, അങ്ങനെ. പിന്നെ അത് തന്നെയല്ല, കുറച്ച് ഭാഗങ്ങളിൽ കൂടുതൽ ബോളുകൾ തങ്ങി നിൽക്കുന്നത് കാണാം അല്ലേ. ഒന്നിടവിട്ടുള്ള ഭാഗങ്ങളിലാണ് കുറേ ബോളുകൾ നിൽക്കുന്നത് കാണുന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് ബോൾ, പിന്നെ അതിന് ശേഷം വീണ്ടും കുറേ ബോളുകൾ, ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ കാണപ്പെടാണ് ചെയ്യുന്നത് അല്ലേ. ഒരു പ്രവർത്തനം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ചിത്രം 1.8a കാണുന്നത് പോലെ മേശപ്പുറത്ത് വെച്ച സ്ലിങ്കിയുടെ 2 അഗ്രങ്ങളും വലിച്ചു പിടിക്കുക. സ്ലിങ്കിയുടെ ഞാൻ ഒരു പിക്ചർ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ തന്നിരിക്കുന്നതാണ് സ്ലിങ്കിയുടെ ഇമേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 അഗ്രങ്ങളും നന്നായിട്ട് വലിച്ചു പിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഒരഗ്രത്തിലെ ഏതാനും ചുരുളുകൾ അമർത്തി വിട്ട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കാണാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്തു നിന്നും ചുരുളുകൾ അമർത്തി വിട്ട് കഴിയുമ്പോൾ ഓരോ ചുരുളുകളും ഇങ്ങനെ പോണ പോലെ നമുക്കിങ്ങനെ തോന്നും അല്ലേ. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ചിത്രം 1.8bയിൽ കാണുന്നത് പോലെ സ്ലിങ്കിയുടെ ഒരഗ്രത്തിനെ മുന്നോട്ടും പിറകോട്ടും ചലിപ്പിച്ചതിന് ശേഷം എന്താ കാണുന്നതെന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിത്രത്തിൽ തന്നിട്ടുണ്ട് മുന്നോട്ടും പിറകോട്ടും ചലിപ്പിക്കുമ്പോൾ ആരോ മാർക്കോട് കൊടുത്തിട്ടുണ്ടല്ലോ. മുന്നോട്ടും പിറകോട്ടും ചലിപ്പിച്ചതിന് ശേഷം നമുക്കവിടെ കാണാൻ കഴിയുന്നത് കുറച്ച് ഭാഗത്ത് വലയങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നുണ്ടാവും അല്ലേ. അതിന് ശേഷം കുറച്ചകന്ന് നിന്നിട്ട് പിന്നെ വീണ്ടും അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്, പിന്നെ വീണ്ടും കുറച്ചകന്ന് നിന്നിട്ട്. അപ്പോൾ ആ സ്ലിങ്കിയിൽ ഉണ്ടാകുന്ന കുറച്ച് വലയങ്ങൾ അടുത്ത് നിൽക്കുന്നുണ്ട്, കുറച്ച് അകന്ന് നിന്നും കാണപ്പെടുന്നുണ്ട് അല്ലേ. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ഇവിടെ വിക്ഷോഭങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡിസ്റ്റർബൻസിനെ പറയുന്നതാണ് കേട്ടോ. അതായത് സ്ലിങ്കി അനങ്ങാതെ നിൽക്കാന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് നമ്മൾ തട്ടിക്കൊടുക്കുമ്പോഴാണ് അതിൽ വലയങ്ങളൊക്കെ രൂപപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസിനെ പറയുന്നതാണ് ഈ വിക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സ്ലിങ്കിയുടെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം വലയങ്ങളുടെ പരിണിത സ്ഥാനാന്തരമില്ലാതെ മറുഭാഗത്തേക്ക് വ്യാപിച്ചത് കണ്ടല്ലോ എന്ന്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, വലയങ്ങളുടെ പരിണിത സ്ഥാനാന്തരം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പരിണിതം എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ. അതായത് എല്ലാ വലയങ്ങളും ഒരുമിച്ച് ചലിക്കണില്ല അല്ലേ. എല്ലാ വലയങ്ങളും ഒരുമിച്ച് ചലിക്കുമ്പോഴാണ് പരിണിത സ്ഥാനാന്തരം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ വലയങ്ങളും ഒരുമിച്ച് ചലിക്കാതെ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരഗ്രത്തിൽ നിന്നും മറ്റഗ്രത്തിലേക്ക് ഒരു വിക്ഷോഭം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം തൊട്ടടുത്തതിലേക്കും അവിടെ നിന്നും തുടർന്നും കൈമാറിക്കൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന്. അതായത് ഒരു വലയത്തിന് ഒരു ഊർജം കിട്ടിക്കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, തൊട്ടടുത്തതിന് കൊടുക്കും. അതിനുശേഷം അതിങ്ങനെ കൈമാറിയാണ് പോകുന്നത്. അല്ലാണ്ട് ഓരോ വലയത്തിനും കിട്ടുന്ന ഊർജം അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യണത്, കിട്ടണതിനെ തൊട്ടടുത്തതിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പരിണിത സ്ഥാനാന്തരം, വലയങ്ങളുടെ പരിണിത സ്ഥാനാന്തരം ഇല്ലാതെ തന്നെയെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതായത് എല്ലാ
വലയങ്ങളും ഒരുമിച്ച് ചലിക്കാതെ തന്നെ ഒരു വിക്ഷോഭം ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് വ്യാപിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ തരംഗചലനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ് തരംഗചലനം എന്ന് പറയുന്നത്. ഇവിടെ ഡെഫിനിഷൻ ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം: ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതാണ് തരംഗചലനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒരു ഭാഗത്ത് ഒരു ഊർജം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മറ്റേ ഭാഗത്തേക്ക് എത്തിക്കണം. അതിനെങ്ങനെ എത്തിക്കുന്നത്? ദോലനങ്ങളിലൂടെ തുടർച്ചയായിട്ട് വ്യാപിപ്പിച്ചിട്ടാണ് ഇത് എത്തണത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെയാണ് തരംഗചലനം എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അവയെ മാധ്യമം ആവശ്യമുള്ളവ, മാധ്യമം ആവശ്യമില്ലാത്തവ എന്ന് പറഞ്ഞ് തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാധ്യമം ആവശ്യമുള്ളത് ഏതൊക്കെയാണോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഏതൊക്കെയാണോ എന്ന് പറഞ്ഞ് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പ്രേഷണം എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്? റേഡിയോ തരംഗം, സീസ്മിക് തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. ഇതാണ് ഉദാഹരണങ്ങൾ തന്നിട്ടുള്ളത്. ഇതിൽ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് സീസ്മിക് വേവ്സ്, സീസ്മിക് തരംഗം, അതുപോലെ തന്നെ സൗണ്ട് തരംഗം, അതുപോലെ തന്നെ ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. ഇതൊക്കെയാണ് പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ളത്. ഇനി ഇതിലെ പ്രകാശ തരംഗങ്ങൾക്കും അതേപോലെ തന്നെ റേഡിയോ തരംഗങ്ങൾക്കുമാണ് പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്തത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ചില തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമം ആവശ്യമാണെന്നുള്ള കാര്യം. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്നൊക്കെ. ശൂന്യാകാശത്ത് ഒരിക്കലും ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾ എന്തായാലും പഠിക്കാതെ വിടരുത്, കാരണം എക്സാമിന് ചോദിക്കാറുണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വൈദ്യുതകാന്തിക തരംഗങ്ങളെക്കുറിച്ചാണ്. റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. ഇവയുടെ പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ല. അപ്പോൾ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പറയാം നമുക്ക് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് യാന്ത്രിക തരംഗങ്ങളാണ്. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തരംഗങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം: വൈദ്യുതകാന്തിക തരംഗങ്ങളെന്നും യാന്ത്രിക തരംഗങ്ങളെന്നും. അതായത് വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ല, യാന്ത്രിക തരംഗങ്ങൾക്കാണെങ്കിലോ പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമാണ്. ഇനി യാന്ത്രിക തരംഗങ്ങളെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. അതായത് മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. അപ്പോൾ നമുക്ക് അനുദൈർഘ്യ തരംഗങ്ങൾ നോക്കാം. ചിത്രം 1.8bയിൽ സ്ലിംഗിയിലെ വലയങ്ങൾ തരംഗം നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണോ ലംബമായാണോ ചലിച്ചത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാനൊരു വീഡിയോ കാണിച്ചു തന്നിരുന്നു അല്ലേ? അപ്പോൾ അതിലുള്ള വലയങ്ങൾ ആ ഒരു തരംഗം എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതിന് സമാന്തരമായിട്ട് തന്നെയാണ് ചലിച്ചത് അല്ലേ? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക്, പ്രേഷണം എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചരിക്കുന്ന ഒരു ദിശ. പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. അതായത് തരംഗം ഏത് ദിശയിലാണോ സഞ്ചരിക്കുന്നത് ആ ദിശയിൽ തന്നെ മാധ്യമത്തിലെ കണികകൾ അതേ ദിശയിൽ സഞ്ചരിക്കുന്നതിനെയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഞാനൊരു വീഡിയോ ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾ. ഇതാണ് അനുദൈർഘ്യ തരംഗങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അനുദൈർഘ്യ തരംഗങ്ങൾ എങ്ങനെയുള്ളതാണെന്ന്. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ് ശബ്ദപ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണെന്നുള്ള കാര്യം അല്ല, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വായുവിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു കമ്പനത്തിൻ്റെ ഫലമായിട്ട് വായുവിൽ രൂപം കൊള്ളുന്ന മർദ്ദ വ്യതിയാനങ്ങളാണ് ചിത്രം 1.9 തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അതിൻ്റെ തുലന സ്ഥാനം എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലുള്ള ആ റെഡിങ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ്. എ ബി എന്ന് പറയുന്നത് അത് കമ്പനം ചെയ്യുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ കമ്പനഫലമായിട്ട് അതിൻ്റെ ചുറ്റുമുള്ള വായുവിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ആൻസർ ചെയ്യാം. ചിത്രം 1.9 ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഭുജം തുലന സ്ഥാനത്ത് നിന്ന് എ എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ ആ വശത്തുള്ള വായുമർദ്ദം ബ്രാക്കറ്റിൽ കൂടുന്നു കുറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ട്യൂണിംഗ് ഫോർക്ക് അതിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും 2 വശത്തേക്കും കമ്പനം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഭാഗത്തെ വായുമർദ്ദം കൂടുതലാണോ കുറവാണോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്.
നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്യൂണിംഗ് ഫോർക്കിൻ്റെ എല്ലാ ഭാഗത്തും വായുണ്ട് അല്ലേ. അപ്പോൾ വായുവിൽ കണികകളുണ്ട്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ തുലന സ്ഥാനത്തുള്ള വായുവിലെ കണികകളെല്ലാം ഒരു വശത്തേക്ക്, അതായത് എ എന്ന് പറയുന്ന വശത്തേക്ക് തള്ളി നീക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തള്ളി നീക്കപ്പെടുമ്പോൾ കുറേ കണികകൾ ആ ഒരു വശത്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഭാഗത്ത് മർദ്ദം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കൂടുന്നു എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്താം. അതേ ഭുജം ബി എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ എ എന്ന വശത്തുള്ള വായുമർദ്ദം 3. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു തുലനസ്ഥാനത്ത് നിന്നും എ എന്ന് പറയുന്ന വശത്തേക്ക് ചലിച്ചപ്പോൾ വായുവിലെ കണികകളെല്ലാം ഒരു വശത്തേക്ക് തള്ളി നീക്കപ്പെട്ടു അല്ലേ. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? മർദ്ദം കൂടി. അതിനുശേഷം ആ ഒരു ഭുജം തന്നെ ബി എന്ന് പറയുന്ന വശത്തേക്ക് ചലിച്ചു അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ഒരു സ്പേസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഉള്ള കണികകൾ എങ്ങനെയായിരിക്കും? പരസ്പരം അകന്നായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മർദ്ദം വളരെ കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഭുജങ്ങൾ തുടർച്ചയായി കമ്പനം ചെയ്യുമ്പോൾ വായുവിൽ മർദ്ദം കൂടിയതും കുറഞ്ഞതുമായ മേഖലകൾ ഇടവിട്ട് രൂപപ്പെടും അല്ലേ. പിന്നെയോ സ്ലിംഗിയിൽ ഉണ്ടായ തരംഗവും വായുവിൽ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടാക്കിയ തരംഗവും താരതമ്യം ചെയ്യുക. സ്ലിംഗിയിലെ വലയങ്ങൾ കുറച്ചു ഭാഗത്ത് അടുത്തും പിന്നീട് അകന്നും പിന്നെ വീണ്ടും അടുത്തും പിന്നീട് അകന്നും അങ്ങനെയാണ് കാണപ്പെടുന്നത്. ഇനി ട്യൂണിംഗ് ഫോർക്കിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലോ വായുവിലുള്ള മർദ്ദം ഒരു ഭാഗത്ത് കൂടുതലും പിന്നെ കുറഞ്ഞ് പിന്നെ കൂടി അങ്ങനെയാണ് രൂപപ്പെടുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ വായുവിൽ മർദ്ദത്തിൻ്റെ അളവ് കൂടുന്ന ഭാഗത്തിനെ സി എന്ന് പറഞ്ഞാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാണ് സൂചിപ്പിക്കുന്നത്. ആർ എന്ന് പറയുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ മർദ്ദം കുറവാണ്. ആ ഒരു മേഖലയെ പറയുന്നതാണ് നീചമർദ്ദ മേഖല എന്ന്. നമുക്കിതിൻ്റെ താഴെയുള്ളതൊന്നുകൂടി വായിച്ചു നോക്കാം. ഒരു സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വായുവിൽ തുടർച്ചയായും ക്രമമായും മർദ്ദവ്യതിയാനങ്ങൾ രൂപപ്പെടുത്തുന്നു. വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്നു. അപ്പോൾ ഇവിടെ വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരാമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ തന്മാത്രകൾ അടുത്തടുത്ത് കാണപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തടുത്ത് കാണപ്പെടുമ്പോൾ അവിടെ മർദ്ദം കൂടുതലായിരിക്കും. ഇത്തരം മേഖലകൾ ഉച്ചമർദ്ദ മേഖലകൾ എന്നും മർദ്ദം കുറഞ്ഞ മേഖലകൾ നീചമർദ്ദ മേഖലകൾ എന്നും അറിയപ്പെടുന്നു. അതായത് ഉച്ചമർദ്ദ മേഖലയെ സി എന്നും നീചമർദ്ദ മേഖലയെ ആർ എന്നും സൂചിപ്പിക്കുന്നു. മാധ്യമത്തിൽ ഒന്നിടവിട്ട് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തി ശബ്ദം സഞ്ചരിക്കുന്നു. ശബ്ദം അനുദൈർഘ്യ തരംഗമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഉച്ചമർദ്ദ മേഖല എന്താണെന്നും നീചമർദ്ദ മേഖല എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. അപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് ഒരു അനുദൈർഘ്യ തരംഗമാണ്. അനുദൈർഘ്യ തരംഗത്തോടു കൂടി ഈ ഒരു പാട്ട് ഞാനോട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.